കളരിക്കൽ വീട്ടിൽ മുഹമ്മദ് ഹാജിയുടെയും സുബൈദ ബീവിയുടെയും മകളാണ് റസിയ. റസിയ ഒരു ഹോസ്പിറ്റലിൽ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് തിരികെ വരുന്ന വഴി അവൾ ഷോപ്പിങ്ങിനായി ഒരു മാളിൽ കയറി. ഷോപ്പിങ്ങിനിടയിൽ അവൾ കുറച്ചു മാറി നിൽക്കുന്ന രണ്ട് കുട്ടികളെ ശ്രദ്ധിച്ചു. ഒരാൺകുട്ടിയെയും ഒരു പെൺകുട്ടിയെയും. രണ്ടുപേരും യൂണിഫോമിലാണ്. പെൺകുട്ടി തലയിൽ തട്ടമിട്ടിട്ടുണ്ട്. കണ്ടിട്ട് +1 +2 പഠിക്കുന്നതാണെന്ന് അവൾക്ക് തോന്നി. അവൾ സാധനങ്ങൾ എടുക്കാനെന്ന വ്യാജേന ആ കുട്ടികൾ നിൽക്കുന്നതിൻ്റെ അടുത്തുപോയി. അവരുടെ സംസാരത്തിൽ നിന്നും അവർ പ്രണയത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ ആ പയ്യന്റെ കണ്ണുകൾ പെൺകുട്ടിയുടെ ശരീരത്തിൽ തന്നെയായിരുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെ പെൺകുട്ടി വാതോരാതെ അവനോട് സംസാരിക്കുകയായിരുന്നു. ആ പെൺകുട്ടിയെ ഓർത്ത് റസിയയ്ക്ക് പാവം തോന്നി. എങ്ങനെ അവളെ പറഞ്ഞു മനസ്സിലാക്കും? അവൾ ഒരു നിമിഷം ആലോചിച്ചു. കുറച്ചു സമയത്തിന് ശേഷം ആ കുട്ടികൾ അവിടുന്ന് ഇറങ്ങി. അവൾ അവർക്ക് പിന്നാലെ ഇറങ്ങി. കുട്ടികൾ റോഡിലൂടെ നടക്കുകയായിരുന്നു. റസിയ തന്റെ സ്കൂട്ടിയും എടുത്ത് പതിയെ ആ കുട്ടികൾ കാണാതെ അവർക്ക് പുറകെ പോയി. ആ പയ്യൻ പെൺകുട്ടിയെയും കൊണ്ട് ആളൊഴിഞ്ഞ ഒരിടവഴിയിലേക്ക് പോയി. റസിയ വണ്ടി റോഡരികിൽ വെച്ച് അവർക്ക് പിന്നാലെ പോയി. അനീഷ്, എങ്ങോട്ടാ നമ്മൾ പോകുന്നത്? എനിക്ക് പേടിയാവുന്നു. എന്തിനാ മോളെ പേടിക്കുന്നത്? ഞാനില്ലേ നിന്റെ കൂടെ? അവനൊരു ചിരിയോടെ അവളോട് പറഞ്ഞു. അനീഷ്, നമുക്ക് പോകാം. എനിക്ക് വീട്ടിൽ പോണം. വീട്ടിലൊക്കെ പോവാന്നേ. ഇപ്പം നമുക്ക് കിട്ടിയ കുറച്ച് സമയം സംസാരിക്കാം. വേണ്ട, ഇവിടെ ആരുമില്ല. എനിക്ക് പേടിയാവാ. ഞാൻ പോവാം. നിക്കടി അവിടെ. കാത്തിരുന്ന് കയ്യിൽ കിട്ടിയിട്ട് നിന്നെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുമോ മോലെ? അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. അനീഷ്, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്ക് വീട്ടിൽ പോണം. പോകാം, പക്ഷെ അതിനു മുൻപ് നീ നിന്റെ ഈ കൂട്ടുകാരനെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് പോക്കോ. ഛീ, വിടു തന്നെ. നിന്നെയാണല്ലോ ഞാൻ ഇഷ്ടപ്പെട്ടതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. അവൾ പോകാനായി തിരിഞ്ഞതും അവൻ അവളുടെ തട്ടത്തിൽ പിടിച്ചു വലിച്ചു. അതവന്റെ കയ്യിൽ വന്നു. എന്റെ തട്ടം താടാ. ഇല്ല, തരില്ല. ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്റെ ആഗ്രഹം നടന്നിരിക്കും. അവൻ അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവനോടൊപ്പം വരാൻ തോന്നിയ നിമിഷത്തെ അവൾ ശപിച്ചു. ഒരു മരത്തിനു പിന്നിലായി ഇതൊക്കെ കണ്ടുനിന്ന് റസിയ അങ്ങോട്ടേക്ക് പോയി. ദാ, വിടടാ അവളുടെ കയ്യിൽ നിന്ന്. രണ്ടുപേരും ഒരുപോലെ ഞെട്ടി. മുട്ടെന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പേ ഇതാണോ നിന്റെ കയ്യിലിരിപ്പ്? അപ്പൊ കുറച്ചുകൂടി ആവുമ്പോഴെന്താവും അവസ്ഥ? നീ ആരാടി? ചി, നീയെന്ന് വിളിക്കാൻ നിന്റെ മടിയിലിരുത്തിയാണോ എനിക്ക് പേരിട്ടത്? ഏയ്, ദേ, മര്യാദയ്ക്ക് പൊക്കോ, അല്ലെങ്കിൽ നിനക്ക് ഇവളുടെ അവസ്ഥ വരും, പറഞ്ഞേക്കാം. പെട്ടെന്ന് റസിയുടെ കൈ അവന്റെ കരണത്ത് പുകച്ചു. എന്തു പറഞ്ഞടാ? അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത അലവലാതി. ഡീ, നിന്നെ! അവൻ അവൾക്ക് നേരെ കൈ ഉയർത്തിയതും അവൾ അവന്റെ കൈ പിടിച്ചു പിന്നിലേക്ക് തിരിച്ചു. ആ കളി എന്റെ അടുത്ത് വേണ്ടടാ. അവൾ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നു. ഡീ മോളെ, നിനക്കിവനെന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്ക്. അവൾ അവന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചു. ഇനി നീ എന്റെ പിന്നാലെ വന്നാൽ എന്റെ കൈയിന്റെ ചൂടറിയും നീ, പറഞ്ഞേക്കാം. അപ്പൊ എങ്ങനെയാ മോനെ? ഒക്കെ ഇവിടെ അവസാനിപ്പിക്കുമല്ലേ? അവസാനിക്കണം, ഇല്ലെങ്കിൽ നീ അനുഭവിക്കേണ്ടി വരും. പറയുന്നതിനൊപ്പം അവന്റെ കയ്യിൽ നിന്നും തട്ടം പിടിച്ചു വാങ്ങി അവൾക്ക് നൽകിയിരുന്നു. ഇനി ഇതിന്റെ പേരിൽ ഇവളോട് പ്രതികാരം ചെയ്യാൻ നിന്നാൽ അകത്താവും മോനെ നീ. ഒന്നും മനസ്സിലാവാതെ സംശയത്തോടെ നോക്കുന്ന അവന് നേരെ തന്റെ ഫോൺ നീട്ടി റസിയ തുടർന്നു. നീ ഇത്രയും നേരം കാണിച്ചതൊക്കെ എന്റെ ഫോണിൽ റെക്കോർഡാണ്. ഇനി നീ പ്രശ്നമുണ്ടാക്കിയാൽ ഇത് ഞാൻ പോലീസിന് കൈമാറും. പിന്നെ എന്തുണ്ടാവുമെന്ന് മോന് ചേച്ചി പറയണ്ടല്ലോ അല്ലേ? ഒക്കെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. മോളെ വാ. റസിയ അവളെയും കൂട്ടി വണ്ടിക്കടുത്തേക്ക് പോയി. താങ്ക്സ് ഇത്ത. ഇത്ത വന്നില്ലായിരുന്നെങ്കിൽ. ഏയ് പോട്ടെ, കരയണ്ട. എന്താ മോളുടെ പേര്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ പേര് ഷാഹന. വീട്ടിൽ ഉമ്മയും ഇക്കയും മാത്രമേ ഉള്ളൂ. ഇക്ക IT കമ്പനിയിൽ വർക്ക് ചെയ്യുക. മോൾക്ക് വിഷമമായോ? ഇല്ല മോളെ, മോളെ കുറ്റം പറയാൻ പറ്റില്ല. ഈ പ്രായത്തിൽ തോന്നുന്നതാ ഇതൊക്കെ. പക്ഷേ ഒരു ബന്ധം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് നമ്മളോട് എന്തുമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് നാം അറിഞ്ഞിരിക്കണം. ഇപ്പോൾ തന്നെ മോളും മോളുടെ ഉമ്മയെയും ഇക്കയെയും കുറിച്ച് ഓർത്തു നോക്കിക്കേ. മോൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അവരെത്രമാത്രം വേദനിച്ചേനെ. അങ്ങനെ അവർ വേദനിക്കുന്നത് മോൾക്ക് കണ്ടു നിൽക്കാനാവുമോ? അവൾ പൊട്ടിക്കരഞ്ഞുപോയി. മോളെ സങ്കടപ്പെടുത്താനല്ല ഞാൻ പറഞ്ഞത്. ഇനി ഇങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നുമ്പോൾ ഉമ്മയെയും ഇക്കയെയും കുറിച്ച് ചിന്തിച്ചാൽ മതി കേട്ടോ.
കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കും വന്നിട്ടുണ്ട് ഒത്തിരി പ്രപ്പോസൽ. പക്ഷേ അന്ന് ഞാനൊരു തീരുമാനമെടുത്തിരുന്നു. എന്റെ ഉപ്പയും ഉമ്മയും എനിക്ക് വേണ്ടി കണ്ടുപിടിക്കുന്നത് ആരാണോ അയാളെ മാത്രമേ ഞാൻ സ്നേഹിക്കുകയുള്ളൂ എന്ന്. കാരണം ഞാൻ ജനിച്ചതു മുതൽ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് വേണ്ടി മാത്രമാണ് അവർ ജീവിച്ചത്. ഇനി ജീവിക്കുന്നതും എനിക്ക് വേണ്ടിയാ. അവരെ സങ്കടപ്പെടുത്തി എനിക്കിഷ്ടമുള്ള ജീവിതം ഞാൻ തിരഞ്ഞെടുത്താൽ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് സമാധാനം കിട്ടില്ല. ഇപ്പോൾ മോളുടെ ലക്ഷ്യം പഠിച്ച് ഒരു ജോലി വാങ്ങുക എന്നുള്ളതാണ്. അത് കഴിയുമ്പോൾ മോൾക്ക് ചേരുന്ന ഒരാളെ മോളുടെ ഇക്കയും ഉമ്മയും കണ്ടുപിടിച്ചു തരും. അതല്ലേ നല്ലത്? അതേ ഇത്ത, എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് കാരണം ഒരിക്കലും എൻ്റെ ഉമ്മയും ഇക്കയും വേദനിക്കേണ്ടി വരില്ല. ഗുഡ് ഗേൾ. അവൾ അവളുടെ തോളിൽ തട്ടി. അപ്പോൾ നമുക്ക് പോയാലോ? എവിടെയാ മോളുടെ വീട്? മീനങ്ങാടിയിൽ. ഓ ഓക്കെ, വാ കേറിക്കോ. റസിയ അവൾ പറഞ്ഞ വഴിയിലൂടെ പോയി അവളുടെ വീട്ടിലെത്തി. ഉമ്മ അവളെ കണ്ടപ്പോൾ വീട്ടിലെത്തിയ ഷിയാസ് ചോദിച്ചു. അവളോടെ എത്തിയിട്ടില്ല മോനെ, ഉമ്മ പറഞ്ഞു. ഇതുവരെ എത്തില്ലേ? നേരത്തെ ക്ലാസ് കഴിയുന്നതാണല്ലോ, ഞാൻ നോക്കിയിട്ട് വരാം. ഷിയാസ് പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് റസിയയുടെ സ്കൂട്ടി അവളുടെ മുമ്പിൽ വന്ന് നിന്നത്. ഉമ്മ, ഇക്ക! ഷഹന ഓടി വന്ന് ഇരുവരെയും കെട്ടിപ്പിടിച്ചു. എന്താ മോളെ, എന്തുപറ്റി? നീ എന്തിനാ വേഗിയത്? ഇതാരാ? ഷിയാസ് ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. ഞാൻ പറയാം. എൻ്റെ പേര് റസിയ. ഞാൻ സാർ ഹോസ്പിറ്റലിൽ റിസപ്ഷനിസ്റ്റാണ്. ഡ്യൂട്ടി കഴിഞ്ഞു വരുന്ന വഴി ഞാൻ ഷോപ്പിങ്ങിനിറങ്ങിയപ്പോൾ ബസ് സ്റ്റോപ്പിൽ രണ്ടുപേർ മോളെ ശല്യപ്പെടുത്തുന്നത് കണ്ടു. പിന്നെ മോളിന്ന് വരുന്ന ബസ്സിലായിരുന്നു. അതുകൊണ്ട് ഞാൻ മോളെ കൂട്ടി വന്നതാ. ഓ താങ്ക്സ്, ഷിയാസ് പറഞ്ഞു. പടച്ചോൻ മോളെ കാക്കട്ടെ. മോള് കേറി വാ, ഉമ്മ പറഞ്ഞു. ഞാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ വൈകി. വീട്ടിൽ ഉപ്പയും ഉമ്മയും തിരക്കും. ഇതാ കേറിയിട്ട് പോ, ഒരു ചായ കുടിച്ചിട്ട് വാ, ഷിയാസ് പറഞ്ഞു. കേറി വാ മോളെ, ഉമ്മ വിളിച്ചു. അവൾ കേറി. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉപ്പയെ വിളിച്ച് കുറച്ച് വൈകുമെന്ന് പറഞ്ഞു. അല്ല, മോളുടെ വീടെവിടെയാ? തിരുപ്പുറം, അവൾ പറഞ്ഞു. അപ്പൊ ശരി, വരട്ടെ? പോട്ടെ മോളെ. ഇത്താടെ നമ്പർ തരുവോ? ഷാഹന ചോദിച്ചു. അതിനെന്താ മോളെ, തരാലോ. ഇത്താടെ നമ്പർ സേവ് ചെയ്തോ. റസിയ പറയുന്ന നമ്പർ ഷിയാസ് സേവ് ചെയ്തു. ഫോണിലേക്കൊന്ന് വിളിക്കാമോ? റസിയ പറഞ്ഞു. അവൻ നമ്പർ ഡയൽ ചെയ്തു. ഓക്കെ. എന്താ പേര്? ഷിയാസ്. അപ്പൊ ശരി, പോട്ടെ. ശരി മോളെ. ഷാഹന, പോട്ടെ മോളെ. ശരി ഇത്ത. ഫ്രീ ആവുമ്പോൾ ഇത്ത വരുമോ ഇങ്ങോട്ട്? വരാലോ. അവൾ ചിരിയോടെ അവിടെ നിന്ന് പോയി. നല്ല കുട്ടി, ഉമ്മ പറഞ്ഞു. എന്നാൽ നമുക്ക് ഇക്കയെ കൊണ്ട് കെട്ടിക്കാം. എന്തേ ഉമ്മ? ഷാഹന ചിരിയോടെ ഷിയാസിനെ നോക്കി. പോടാ അവിടുന്ന്. ഷിയാസ് അവളെ തല്ലാനായി കയ്യോങ്ങി. അവൾ ഓടി അകത്തേക്ക് പോയി. റസിയ വീട്ടിലെത്തി എല്ലാ കാര്യങ്ങളും ഉപ്പയോടും ഉമ്മയോടും പറഞ്ഞു. മകളെക്കുറിച്ച് അവർക്ക് അഭിമാനം തോന്നി. പിറ്റേന്ന് ലഞ്ച് ടൈമിൽ റസിയ ഷിയാസിനെ വിളിച്ചു. ഹലോ. ഹലോ, ഞാൻ റസിയ. മനസ്സിലായി. ഫ്രീ ആണോ? ഇപ്പോൾ ലഞ്ച് ബ്രേക്കാണ്. എനിക്ക് നിങ്ങളോട് കുറേ സംസാരിക്കാനുണ്ടായിരുന്നു. ഫോണിലൂടെ പറയാനുള്ള കാര്യമല്ല. ഫ്രീ ആവുമ്പോൾ ഒന്ന് ബീച്ചിൽ വരാമോ? ഓക്കെ, ഇന്ന് 5 മണിക്ക് വരാം, അവൻ പറഞ്ഞു. റസിയ എത്തിയപ്പോൾ ഷിയാസ് അവിടെയുണ്ടായിരുന്നു. ഹലോ, കുറേ നേരമായാണ് എത്തിയിട്ട്? ഇല്ല, ഒരു 5 മിനിറ്റ്. അല്ല, എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? പറയാം, പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് നിങ്ങൾ വീട്ടിൽ ചെന്ന് പ്രതികരിക്കരുത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷാഹനയുടെ ഇക്ക എന്ന നിലയിൽ നിങ്ങൾ കൂടി അറിയണമെന്ന് എനിക്ക് തോന്നി. താൻ കാര്യം പറ. മോളുടെ കാര്യം എന്തെങ്കിലും ആണോ? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. അതെ, മോളുടെ കാര്യമാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പ്രശ്നമൊന്നുമില്ല. തലേ ദിവസത്തെ കാര്യങ്ങൾ അവനോട് പറഞ്ഞു. കേട്ടവൻ ഞെട്ടി നിൽക്കുകയായിരുന്നു. മോളെ വഴക്കു പറഞ്ഞിട്ടോ തല്ലിട്ടോ കാര്യമില്ല. നമ്മൾ ഈ പ്രായം കഴിഞ്ഞല്ലേ വന്നത്. നമുക്ക് മനസ്സിലാവില്ലേ ഈ പ്രായത്തിലെ കുട്ടികളുടെ മാനസികാവസ്ഥ? ഞാൻ പറഞ്ഞപ്പോൾ മോൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ കുറച്ചുകൂടി ശ്രദ്ധ മോളുടെ കാര്യത്തിൽ കൊടുക്കാനാണ് ഞാൻ നിങ്ങളോടിത് പറഞ്ഞത്. താങ്ക്സ് റസിയ. താനില്ലായിരുന്നെങ്കിൽ എന്റെ മോള് പഠിച്ചോനാണ് അപ്പൊ തന്നെ അവിടെ എത്തിച്ചത്. എന്നാലും ഞാൻ മോളെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചോളാം. പിന്നെ ഇടയ്ക്കൊക്കെ താൻ അവിടെ ഒന്ന് വിളിക്കാമോ? എന്നോട് പറയുന്നതിനേക്കാൾ അവൾ ചിലപ്പോൾ തന്നോട് കാര്യങ്ങൾ പറയും. ഓക്കെ, ഞാൻ വിളിച്ചോളാം.
അപ്പൊ ശരി, ഞാൻ പൊക്കോട്ടെ, സമയം കുറയായി. ആ ഓക്കെ. അവർ രണ്ടു വഴിക്കു പിരിഞ്ഞു. അന്ന് രാത്രി ഷിയാസ് റസിയെ വിളിച്ചു. ഹലോ. ആ പറയ് റസിയ, ഫുഡ് കഴിച്ചോ? ഞാൻ കഴിച്ചു. നിങ്ങളോ? ആ കഴിച്ചു. ഷാഹന എവിടെയാ? അവൾ പഠിക്കുവാ, ഞാൻ കൊടുക്കാം. മോളെ, ദാ റസിയ. ഹായ് ഇത്ത, സുഖാണോ? സുഖം മോളെ. മോൾക്ക് സുഖാണോ? മോള് കഴിച്ചാർന്നോ? ആ കഴിച്ചു. ഇത്ത കഴിച്ചോ? ഞാൻ നേരത്തെ കഴിച്ചു. എന്നാ ശരി, മോള് പഠിക്കുവല്ലേ. ഇത്ത പിന്നെ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഓക്കെ ഇത്ത, ഗുഡ് നൈറ്റ്. ഷാഹനയുടെ നിർബന്ധപ്രകാരം ഒരു ഞായറാഴ്ച റസിയ അവളുടെ വീട്ടിലേക്ക് പോയി. കുറേ സമയം അവരോടൊപ്പം ചെലവഴിച്ച് അവൾ വീട്ടിലേക്ക് മടങ്ങി. നല്ല മഴയുള്ള ഒരു ദിവസം കുറച്ചു വൈകിയാണ് റസിയ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത്. കുറച്ചുനേരം നോക്കി നിന്നിട്ടും മഴ തോരുന്ന ലക്ഷണം കാണാഞ്ഞതിനാൽ അവൾ രണ്ടും കൽപ്പിച്ച് അവിടെ നിന്നിറങ്ങി. മഴയായതിനാൽ ആ റോഡിൽ വാഹനങ്ങൾ കുറവായിരുന്നു. നേരം ഇരുട്ടി തുടങ്ങി. വേഗത കുറച്ചാണ് അവൾ സ്കൂട്ടി ഓടിച്ചത്. പെട്ടെന്ന് അവളുടെ വണ്ടിക്ക് മുമ്പിൽ ഒരു വാൻ വന്ന് നിന്നു. അവൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. അവൾ മുന്നോട്ട് നോക്കിയതും 2-3 ആളുകൾ വാനിൽ നിന്നും ഇറങ്ങി അവൾക്കടുത്തേക്ക് വന്നു. അവൾ വണ്ടിയിൽ നിന്നിറങ്ങി. അപ്പോഴാണ് അവളുടെ പുറകിൽ നിൽക്കുന്ന അനീഷിനെ അവൾ കണ്ടത്. അപ്പോൾ തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ അവൾക്ക് മനസ്സിലായി. എന്താടോ, എന്തിനാ എന്റെ വണ്ടി ബ്ലോക്ക് ചെയ്യുന്നത്? അവൾ പേടി പുറത്തു കാണിക്കാതെ ചോദിച്ചു. ഓൾക്കറിയില്ലെന്ന് തോന്നുന്നു അനീഷേ, എന്താന്ന് പറഞ്ഞുകൊടുക്ക്. അതിലൊരാൾ പറഞ്ഞു. അത് നീ എടുത്ത വീഡിയോ ഇല്ലേ, അത് നീ ഡിലീറ്റ് ചെയ്യണം. അനീഷ് പറഞ്ഞു. ഇല്ല, ഒരിക്കലുമില്ല. ആ വീഡിയോ ഷാഹനയ്ക്കുള്ള സംരക്ഷണമാണ് നിന്നിൽ നിന്നും. അവൾ പറഞ്ഞു. ഓ അങ്ങനെയാണോ? എന്നാൽ ചേട്ടന്മാരെ, പണി തുടങ്ങിക്കോ. ഇവളുടെ ഫോണും വണ്ടിയും ഞാൻ നോക്കാം. ഞാനതെടുത്ത് വീഡിയോ ഡിലീറ്റ് ചെയ്യാം. അതും പറഞ്ഞ് അവൻ അവൾക്കടുത്തേക്ക് വന്നു. നിക്കടാ അവിടെ. എന്റെ അടുത്തേക്ക് വന്നാൽ ഈ റസിയ ആരാണെന്ന് നീയൊക്കെ ശരിക്കും അറിയും. പറഞ്ഞേക്കാം. ഒറ്റയ്ക്കായിട്ടും നിന്റെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ലല്ലോ. ഹരീഷേ, ഇവളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, നീ പോ, ഒരാൾ പറഞ്ഞു. ഹരീഷ് വണ്ടിക്കടുത്തേക്ക് വന്നതും റസിയ അവനൊരു നല്ല തൊഴി കൊടുത്തു. അവൻ മലർന്നടിച്ചു വീണു. അവിടെ നിന്നവർ അവൾക്ക് നേരെ പാഞ്ഞെടുത്തു. അവൾ എല്ലാവരെയും ചവിട്ടി വീഴ്ത്തി. പെട്ടെന്നാണ് പിന്നിലൂടെ ഒരുത്തൻ അവളുടെ കൈപിടിച്ച് ലോക്ക് ചെയ്തത്. വെറുമൊരു പീറപ്പെണ്ണായിട്ട് നീ ഞങ്ങളെ ചവിട്ടി വീഴ്ത്തുകയാണോ? നിന്നെ ഞാൻ... അതും പറഞ്ഞ് മറ്റൊരുത്തൻ കയ്യിലിരുന്ന കത്തിയെടുത്ത് അവളുടെ വയറ്റിൽ ആഞ്ഞുകുത്തി. അവൾക്ക് ഒഴിഞ്ഞു മാറാനായില്ല. അവളുടെ നിലവിളി അവിടെ എങ്ങും പ്രതിധ്വനിച്ചു. ദാ വേഗം അവളുടെ ഫോൺ എടുക്ക്, ഒരുത്തൻ അനീഷിനോട് പറഞ്ഞു. അവൻ ഫോൺ എടുക്കാനായി വണ്ടിക്കടുത്തേക്ക് എത്തിയതും ദൂരെ നിന്നൊരു വണ്ടിയുടെ പ്രകാശം അവൻ കണ്ടു. ചേട്ടാ, ഒരു വണ്ടി വരുന്നെന്ന് തോന്നുന്നു. ഇവിടെ നിന്നാൽ ആപത്താണ്, നമുക്ക് പോകാം. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും റസിയെ തറയിലേക്ക് തള്ളിയിട്ട് വാനിൽ കയറി ഓടിപ്പോയി. അവൾ താഴേക്ക് വീണതും അവളുടെ ബോധം മറിഞ്ഞു. ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് പോവുകയായിരുന്നു ഷിയാസ്. മഴ കാരണം വളരെ പതിയാണ് അവൻ ഡ്രൈവ് ചെയ്തത്. വഴിയിലൊരു സ്കൂട്ടി ഇരിക്കുന്നത് ദൂരെ നിന്ന് അവൻ കണ്ടു. അടുത്തെത്തിയപ്പോഴാണ് തറയിൽ ഒരാൾ കിടക്കുന്നത് പോലെ അവന് തോന്നിയത്. അവൻ കാറിൽ നിന്നിറങ്ങി ആ ആൾക്ക് അടുത്തേക്ക് പോയി. മഴവെള്ളത്തിൽ കിടക്കുകയായിരുന്ന റസിയെ അവനെ പെട്ടെന്ന് മനസ്സിലായില്ല. ഒരു പെൺകുട്ടിയാണല്ലോ, പഠിച്ചോനെ, ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. പക്ഷേ വണ്ടി വീണ്ടിട്ടില്ലല്ലോ. അവളുടെ വയറിന്റെ ഭാഗത്തു നിന്നും രക്തമൊഴുകുന്നത് അവൻ കണ്ടു. അവൻ പെട്ടെന്ന് അവളെ തിരിച്ചു കടത്തി. ഒരു നിമിഷം അവൻ തറഞ്ഞുപോയെന്ന് തോന്നു. റസിയ, അവൻ ഞെട്ടലോടെ വിളിച്ചു. അവളുടെ വയറിലെ മുറിവ് കണ്ടപ്പോൾ അവളെ ആരോ ആക്രമിച്ചതാണെന്ന് അവന് മനസ്സിലായി. അവളുടെ വസ്ത്രത്തിൽ മുഴുവൻ രക്തം പടർന്നിരുന്നു. അവൻ പെട്ടെന്ന് തന്റെ ഷർട്ടൂരി അവളുടെ വയറ്റിൽ മുറുക്കി കെട്ടി അവളെ കോരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. അവളെ ICUവിൽ പ്രവേശിപ്പിച്ചു. എത്രയും പെട്ടെന്ന് സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അവളുടെ വീട്ടിൽ എങ്ങനെ വിവരം അറിയിക്കുമെന്നോർത്ത് അവൻ ആകെ വിഷമിച്ചു. അവൻ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പേപ്പറിൽ സൈൻ ചെയ്തു കൊടുത്തു. അവൻ വേഗം പോയി അവളുടെ വണ്ടിയിൽ നിന്നും ബാഗെടുത്ത് ഫോൺ എടുത്തു നോക്കിയപ്പോൾ അവളുടെ ഉപ്പയുടെ 15 മിസ്ഡ് കോൾ കണ്ടു. അവൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ തുടങ്ങിയതും വീണ്ടും ഉപ്പയുടെ കോൾ വന്നു. ഹലോ മോളെ. ഉപ്പ, ഞാൻ ഷിയാസാണ്, ഷാഹനയുടെ ഇക്ക. മോനെ, മോളെവിടെ? എത്ര നേരമായി ഞാൻ വിളിക്കുന്നത്? ഉപ്പ, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് ടെൻഷൻ അടിക്കണ്ട. എത്രയും പെട്ടെന്ന് ഉമ്മയും കൂടി ജേക്കബ് ഹോസ്പിറ്റലിലേക്ക് വരണം. എന്താ മോനെ കാര്യം? എന്റെ മോളെവിടെ? ഉപ്പ വരൂ, ഞാൻ എല്ലാം പറയാം. കുറച്ചു സമയത്തിനു ശേഷം റസിയുടെ ഉപ്പയും ഉമ്മയും ഹോസ്പിറ്റലിലെത്തി. മോനെ, എന്താ എന്റെ മോൾക്ക് പറ്റിയത്? ഉപ്പ ചോദിച്ചു. എന്താ പറ്റിയതെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല ഉപ്പ. ഞാൻ വരുന്ന വഴി അവൾ റോഡിൽ കിടക്കുകയായിരുന്നു. അവളുടെ വയറ്റിൽ കുത്തിയിട്ടുണ്ട്. എന്താ മോനെ നീ പറയുന്നത്? എന്റെ മോൾക്ക് കുത്തിയിട്ടെന്നോ? അതെ ഉപ്പ. ഉപ്പാക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഏയ് ഇല്ല മോനെ, എനിക്കങ്ങനെ ശത്രുക്കൾ ആരുമില്ല. എനിക്ക് തോന്നുന്നത് ഷാഹിനെ ഉപദ്രവിക്കാൻ നോക്കിയ ആ പയ്യൻ. റസിയെ പറഞ്ഞു കേട്ടിട്ട് അവൻ ഇത്തിരി വഷളനാണ്. അവന്റെ ആരെങ്കിലും ആയിരിക്കും. പടച്ചോനേ, എന്റെ കുട്ടി. ഉമ്മ നെഞ്ചത്ത് കൈവച്ച് കരഞ്ഞു. കരയല്ല ഉമ്മ, അവൾക്കൊന്നും വരില്ല. കുറച്ചു സമയത്തിനു ശേഷം ഡോക്ടർ പുറത്തിറങ്ങി വന്നു. റസിയുടെ സർജറി കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആള് മയക്കത്തിലാണ്, ഉണരാൻ കുറച്ചു സമയമെടുക്കും. മോനെ, മോൻ വേണമെങ്കിൽ വീട്ടിൽ പോയിക്കോ, ഞങ്ങളിവിടെ നിന്നോളാം. ഇല്ല ഉപ്പ, അവൾക്ക് ബോധം വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ.
വീട്ടിൽ കുറച്ച് വൈകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഉമ്മയ്ക്കും ഷാഹിനിക്കും റസിയെ കാണണമെന്ന് പറയും. ഞാൻ അവരെ കൂട്ടിവരാം. ആ മോനെ, അതാണ് നല്ലത്. റസിക്ക് ബോധം വന്നപ്പോൾ ഉപ്പയും ഉമ്മയും അവളെ കയറി കണ്ടു. കരയല്ലോ ഉമ്മ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ. അല്ല, ആരാ ഉപ്പ എന്നെ ഇവിടെ എത്തിച്ചത്? അവൾ ഉപ്പയോട് ചോദിച്ചു. ഷിയാസ് മോനാണ്. മോൻ വരുന്ന വഴി മോള് ബോധമില്ലാതെ റോഡിൽ കിടക്കുന്നത് കണ്ടു. എന്നിട്ട് ആളെവിടെ? പുറത്തുണ്ട് മോളെ. ഞങ്ങളോട് ആദ്യം മോളെ ഒന്ന് കണ്ടോളാൻ പറഞ്ഞു. അവർ പുറത്തിറങ്ങിയപ്പോൾ ഷിയാസ് അങ്ങോട്ടേക്ക് വന്നു. അല്ല, ഇതെന്താ ഇങ്ങനെ ഷർട്ടിൽ? രക്തക്കറ പുരണ്ട ഷിയാസിനെ നോക്കി അവൾ ചോദിച്ചു. അത് നിന്റെ വയറ്റിൽ ബ്ലഡ് വരുന്നത് കണ്ടപ്പോ എന്റെ ഷർട്ടൂരിയാണ് ഞാൻ നിന്റെ വയറ്റിൽ കെട്ടിയത്. താങ്ക്സ്. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ഏയ്, എന്താടിത്? എന്റെ ഷാഹനമോളെ രക്ഷിക്കാൻ ശ്രമിച്ചതുകൊണ്ടല്ലേ തനിക്കിങ്ങനെയൊക്കെ പറ്റിയത്. അവൾക്ക് വേണ്ടിയല്ലേ താനിപ്പോൾ ഇത്രയും വേദന സഹിക്കേണ്ടി വന്നത്. താൻ റെസ്റ്റ് എടുത്തോ? വീട്ടിൽ അറിഞ്ഞില്ലല്ലോ? ഇല്ല, വൈകുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും അറിയുമ്പോൾ ഉമ്മയും ഷാഹനയും തന്നെ കാണണമെന്ന് വാശി പിടിക്കും. ഞാൻ പോയി അവരെയും കൂട്ടിവരാം. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവരോട് പറഞ്ഞാൽ മതി. എന്തായാലും ഉമ്മയും ഷാഹനയും അറിയുമ്പോൾ അപ്പം തന്നെ അവർക്ക് നിന്നെ കാണണമെന്ന് പറയും. ശരി, എന്നാൽ പോയിട്ട് വരാം. റൂമിലേക്ക് മാറ്റിയ റസിയെ കാണാൻ ഷിയാസിന്റെ ഉമ്മയോടൊപ്പം വന്ന ഷാഹന പൊട്ടൽ കരച്ചിലോടെ അവൾക്കടുത്തേക്ക് പോയി. മോളെ, കരയാന്തടാ, ഇത്തേക്ക് ഒന്നും പറ്റിയില്ലല്ലോ. റസി അവളെ സമാധാനിപ്പിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോൾ ഷിയാസ് അവിടെ ഉണ്ടായിരുന്നു. റസിയ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെയാണോ? യെസ് ഡോക്ടർ. ഡോക്ടർ റസിയെ പരിശോധിച്ചു. നിങ്ങളൊന്നെന്റെ കൺസൾട്ടിംഗ് റൂം വരെ വരൂ, ഡോക്ടർ ഷിയാസിനോട് പറഞ്ഞു. ഓക്കെ ഡോക്ടർ, വരൂ, ഇരിക്കൂ. എന്താ പേര്? ഷിയാസ്. മിസ്റ്റർ ഷിയാസ്, ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് റസിയയുടെ കാര്യം പറയാനാണ്. എന്താ ഡോക്ടർ, റസിയയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു ചെറിയ കുഴപ്പമുണ്ട്, എന്നാൽ അതത്ര ചെറുതുമല്ല. എന്താ ഡോക്ടർ? കുത്തേറ്റപ്പോൾ റസിയയുടെ ഫാലോപ്പിയൻ ട്യൂബിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അത് ഭാവിയിൽ അവളുടെ വിവാഹം കഴിയുമ്പോൾ ഗർഭധാരണത്തിന് തടസ്സമുണ്ടാക്കിയേക്കാം. ഒരുപക്ഷേ ഗർഭം ധരിച്ചാലും അത് റസിയയുടെ ജീവൻ ആപത്താണ്. ഇതൊക്കെ കേട്ടാൽ ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റില്ല. പക്ഷേ യാഥാർത്ഥ്യം അംഗീകരിച്ചേ പറ്റൂ. സാവധാനം റസിയെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഒക്കെ കേട്ട് ഞെട്ടലോടെ ഇരിക്കുകയായിരുന്നു ഷിയാസ്. ഷിയാസ്, ഡോക്ടർ വിളിച്ചു. യെസ് ഡോക്ടർ. വീട്ടിൽ പോയ ശേഷം സാവധാനം റസിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ആ ജോലി ഞാൻ ഷിയാസിനെ ഏൽപ്പിക്കുകയാണ്. ഓക്കെ ഡോക്ടർ, ഞാൻ പറഞ്ഞോളാം. എന്താ മോനെ ഡോക്ടർ വിളിച്ചത്? ഉപ്പ ചോദിച്ചു. അതൊന്നുമില്ല ഉപ്പ. വീട്ടിൽ പോയാൽ കുറച്ച് ദിവസം നന്നായി റെസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ വിളിച്ചതാണ്. ഭാരമുള്ള ജോലിയൊന്നും ചെയ്യരുതെന്നും പറഞ്ഞു. ഓക്കെ, എന്നാൽ ഞാൻ പൊക്കോട്ടെ, നാളെ വരാം. ഷിയാസ് വേഗം അവിടുന്ന് ഇറങ്ങി. അധിക നേരം അവിടെ നിന്നാൽ തന്റെ നിയന്ത്രണം വിട്ടുപോകുമെന്ന് അവന് തോന്നി. വീട്ടിൽ പോയി ആർക്കും മുഖം കൊടുക്കാതെ മുറിയിൽ കയറി വാതിലടച്ചു. കുറേ നേരം അവൻ തനിച്ചിരുന്നു. അവന്റെ മനസ്സ് മുഴുവൻ റസിയയായിരുന്നു. അവന്റെ കണ്ണുകൾ ഒരു നിമിഷം നിറഞ്ഞൊഴുകി. തന്റെ പെങ്ങൾക്ക് വേണ്ടി ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അവൾക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നു. ഇതറിഞ്ഞാൽ അവൾ എങ്ങനെ സഹിക്കും? ഷിയാസിന്റെ മനസ്സ് നീറി. ഒരാഴ്ച കഴിഞ്ഞ് റസിയയെ ഡിസ്ചാർജ് ചെയ്തു. ഡോക്ടർ പറഞ്ഞ കാര്യം ഷിയാസ് ആരോടും പറഞ്ഞില്ല. ഇടയ്ക്കൊക്കെ ഷിയാസ് ഉമ്മയെയും ഷാഹനെയും കൂടി റസിയയെ കാണാൻ വരുമായിരുന്നു. റസിയ ഹോസ്പിറ്റലിലായതിന്റെ പിറ്റേന്ന് ഷിയാസ് അനീഷിനും റസിയയെ ആക്രമിച്ചവർക്കെതിരെ പോലീസിൽ പരാതി നൽകി. റസിയയുടെ ഫോണിലെ വീഡിയോയും പോലീസിന് കൈമാറി. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. അനീഷ് സ്റ്റുഡന്റ് ആയതുകൊണ്ടൊരു വാർണിംഗ് നൽകി വിട്ടയച്ചു. റസിയയുടെ മുറിവൊക്കെ ഉണങ്ങി അവൾ ജോലിക്ക് പോകാൻ തുടങ്ങി. ഇതിനിടയിൽ അവൾക്ക് 2-3 വിവാഹാലോചനകൾ വന്നു തുടങ്ങി. ഇതറിഞ്ഞ് ഷിയാസിനെ ഡോക്ടർ പറഞ്ഞ കാര്യമോർത്ത് ടെൻഷനായി. അതിനൊരു പരിഹാരമായി തനിക്ക് റസിയയെ നിക്കാഹ് ചെയ്തു തരാമോ എന്ന് ഉമ്മയെക്കൊണ്ട് റസിയയുടെ ഉപ്പയോട് ചോദിപ്പിച്ചു. എല്ലാവർക്കും സമ്മതമായതിനാൽ പെട്ടെന്ന് തന്നെ ഷിയാസ് റസിയയുടെ കഴുത്തിൽ മഹർ ചാർത്തി അവളെ തന്റെ സ്വന്തമാക്കി. ആദ്യ രാത്രി മണിയറയിലേക്ക് വന്ന റസിയയോട് കിടന്നോളാൻ ഷിയാസ് പറഞ്ഞു. നിക്കാഹ് കഴിഞ്ഞ ക്ഷീണം കൊണ്ടാവാം അവൻ അങ്ങനെ പറഞ്ഞതെന്നോർത്ത് അവൾ പോയി കിടന്നു. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിലും ഇതേ അവസ്ഥ തുടർന്നപ്പോൾ അവൾക്ക് സങ്കടം തോന്നി. തന്റെ എല്ലാ കാര്യങ്ങളും ഇക്ക ശ്രദ്ധിക്കുന്നുണ്ട്, തന്നോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ബെഡ്റൂമിൽ മാത്രം ഇക്ക എന്തുകൊണ്ടാണ് ഒരു അകലം പാലിക്കുന്നത്? അവരുടെ മനസ്സിൽ സംശയം മുളപൊട്ടി. ആ സംശയം തീർക്കാൻ അവൾ തീരുമാനിച്ചു. ബെഡ്റൂമിലിരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ഷിയാസിനെ അവൾ വിളിച്ചു. ഇക്ക, എനിക്കൊരു കാര്യം അറിയണം. എന്താ? അവൻ അവളെ നോക്കി. നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണോ എന്നെ നിക്കാഹ് ചെയ്തത്? അതെന്താ എന്റെ ബീവിക്കിപ്പോൾ എങ്ങനെയൊരു സംശയം? അവൻ അവൾക്കടുത്തേക്ക് നീങ്ങിയിരുന്ന് ചോദിച്ചു. അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. എന്നാൽ ഒരു സംശയവും വേണ്ട. ശരിക്കും നീ എന്റെ കൽബിൽ കയറിക്കൂടിയിട്ടാ പെണ്ണെ ഞാൻ എന്റെ ഉമ്മയോട് നിന്നെ നിക്കാഹ് ചെയ്തു തരാമോ എന്ന് ചോദിച്ചത്. അതുകൊണ്ട് എന്റെ ബീവി സന്തോഷത്തോടെ ഉറങ്ങിക്കോ. അതും പറഞ്ഞ് അവൻ കിടന്നു. ഇക്കാന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, എന്റെ പടച്ചോനെ. അതോർത്ത് അവളും പോയി കിടന്നു.
അവരുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് 3 മാസമായി. അല്ല ഇത്ത, നിങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് 3 മാസമായില്ലേ? നിങ്ങൾ ഹണിമൂണിനൊന്നും പോകുന്നില്ലേ? ഷാഹന ഒരു ദിവസം റസിയോട് ചോദിച്ചു. പോയിട്ട് എന്തിനാ? ചുമ്മാ ഞങ്ങൾ പോയാൽ അത് ഹണിമൂൺ ആവില്ല, ടൂറാകും. റസിയ ആരോടുന്നില്ലാതെ പറഞ്ഞു. എന്താ മോളെ നീ പറഞ്ഞത്? ഉമ്മ ചോദിച്ചു. കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് ഇല്ല ഉമ്മ, ഞങ്ങൾ തമ്മിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ നീ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ വീട്ടിലുണ്ടെങ്കിലും പകലും എപ്പോഴും രണ്ടാളും മുറിക്ക് പുറത്താണല്ലോ. നിങ്ങൾക്ക് മിണ്ടാനും പറയാനും ഒന്നുമില്ലേ? അവൾ ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു. എന്താ മോളെ, എന്താ നിന്റെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ? എന്താണെന്ന് നീ ഉമ്മയോട് പറയ്. ഉമ്മ, അത് ഇക്കയ്ക്ക് എന്നോട് ശരിക്കും ഇഷ്ടമാണോ എന്നറിയില്ല. ഞാൻ ചോദിച്ചപ്പോൾ ശരിക്കും ഇഷ്ടമാണെന്നാ പറഞ്ഞത്. പക്ഷേ എന്താ മോളെ? ഞാനിത് എങ്ങനെയാ ഉമ്മയോട് പറയാ? പറയും മോളെ. ഇക്ക ഇതുവരെ എന്നെ തൊട്ടിട്ട് പോലുമില്ല. എന്താ മോളെ നീ പറയുന്നത്? നിന്നെ തൊട്ടിട്ട് പോലുമില്ലെന്നോ? ഉമ്മ ഞെട്ടലോടെ അവളെ നോക്കി. അതെ ഉമ്മ, ഞാൻ അടുത്തേക്ക് പോകുമ്പോൾ ഒഴിഞ്ഞു മാറും. മോള് സങ്കടപ്പെടണ്ട, ഉമ്മ അതൊക്കെ ശരിയാക്കാം. മോൾ ഒരുങ്ങി നിന്നോ, നമുക്ക് നിന്റെ വീട്ടിൽ പോകാം. 2 ദിവസം നീ അവിടെ നിൽക്ക്. ഓന്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് നമുക്കറിയണമല്ലോ. ഉമ്മയോട് ചോദിക്കാതെ. അതൊന്നും സാരമില്ല, ഉമ്മയോടല്ലേ പറയുന്നത്. നീ ചെല്ല്. ഷിയാസിനോട് പറയാതെ ഉമ്മ റസിയെയും ഷാഹനെയും കൂട്ടി റസിയുടെ വീട്ടിലേക്ക് പോയി. റസിയെ 2 ദിവസം ഉപ്പേന്റെയും ഉമ്മേന്റെയും അടുത്ത് നിർത്തി അവർ തിരികെ വീട്ടിലേക്ക് പോയി. വൈകിട്ട് ഷിയാസ് എത്തിയപ്പോൾ ഷാഹന സോഫയിലിരിക്കുകയായിരുന്നു. ഡി, ഉമ്മേൻ റസിയൻ എവിടെ? അവൻ ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. ഡി, നിന്നോടാ ചോദിക്കുന്നത്. ഓളമേത്ത് കുതിര കയറണ്ട, ഞാനിവിടെയുണ്ട്. ഉമ്മ അവിടേക്ക് വന്നു. ഓളെവിടെ ഉമ്മ? ഷിയാസ് ചോദിച്ചു. ആര്? ഉമ്മ ചോദിച്ചു. ആരാണെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? റസി എവിടെയാണെന്ന്? ഓളെ വീട്ടിൽ കൊണ്ടാക്കിയെന്നോ? എന്തിന്? അവളെ പറ്റിയ വല്ല വിചാരവുമുണ്ടോ നിനക്ക്? എന്താ ഉമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താണെന്ന് അറിയില്ലല്ലോ എനിക്ക്. ഓൾ എന്റെ ആരാ? എന്താ ഉമ്മ ഇങ്ങനെ ചോദിക്കുന്നത്? ഓൾ എന്റെ പെണ്ണല്ലേ? ആണോ? നിന്റെ പെണ്ണാണോ? പക്ഷെ ഉമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഉമ്മ, അങ്ങനെയൊന്നും പറയരുത്. നിന്റെ പെണ്ണാണെന്ന് പറഞ്ഞാലെന്താടാ? നിനക്ക് തുടിയലയ്ക്കാനും ഭക്ഷണം ഉണ്ടാക്കി തരാനും മാത്രമാണോ അവളുടെ ജോലി? അതിനാണോ അവളെ നിക്കാഹ് ചെയ്തത്? ഉമ്മ, നിനക്കെന്താടാ പറ്റിയത്? ഓളെ പെരുത്തി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അവളുടെ ഉപ്പയാനോടും ഉമ്മയാനോടും പോയി ഓളെ നിക്കാഹ് ചെയ്തു തരാൻ ചോദിച്ചത്. എന്നിട്ടിപ്പോൾ ഇത്ര നാളായിട്ട് ഓളെ തൊട്ടിട്ട് പോലുമില്ലെന്ന് ഓൾ പറഞ്ഞപ്പോൾ എന്റെ കൽബ് പിടഞ്ഞു പോയല്ലോടാ. എന്താടാ മോനെ, നിനക്കെന്താ പറ്റിയത്? ഇക്ക, എന്റെ ഇത്തായെ വേദനിപ്പിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാ ഇത്തായെ സങ്കടപ്പെടുത്തുന്നത്? ഷാഹിന് നിറഞ്ഞ കണ്ണുകളോട് ചോദിച്ചു. അവൻ സോഫയിലിരുന്നു. ഞാൻ അവിടെ സങ്കടപ്പെടുത്തിയെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത്? അപ്പോൾ എന്റെ സങ്കടം ഞാൻ ആരോടാ ഉമ്മ പറയാ? കുറേ നാളായി നീറിക്കഴിയുവാൻ ഞാൻ, ആരോടും ഒന്നും പറയാൻ കഴിയാതെ. അവൻ കരഞ്ഞുപോയി. ഉമ്മയും ഷാഹിനയും അവന്റെ അടുത്തിരുന്നു. എന്താ മോനെ, നിനക്കെന്താ പറ്റിയത്? എനിക്ക് അവളോട് ഇഷ്ടമില്ല എന്നിട്ടല്ല ഞാൻ അവളെ തൊടാത്തത്. പേടിച്ചിട്ട്, അവൾ എനിക്ക് നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട്. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറ. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ അവരോട് പറഞ്ഞു. 2 പേരും ഞെട്ടി. ഇതൊക്കെ ഞാൻ എങ്ങനെയാ ഉമ്മ അവരോട് പറയാ? പറഞ്ഞാൽ അവൾക്കത് താങ്ങാൻ ഒക്കുമോ? ഒരമ്മയാവുക എന്നത് ഏതൊരു പെണ്ണിന്റെയും സ്വപ്നമല്ലേ? അപ്പോൾ അതിന് കഴിയില്ലെന്നറിഞ്ഞാൽ അവൾക്കത് താങ്ങാനാവുമോ ഉമ്മ? എന്റെ മോനെ, ഈ ഉമ്മയോട് പൊറുക്കടാ. ഒന്നും അറിയാതെ ഉമ്മ എന്റെ മോനെ ഒത്തിരി സങ്കടപ്പെടുത്തി. അവരവന്റെ തലയിൽ തലോടി. സാരമില്ല ഉമ്മ, ഇപ്പോഴാ മനസ്സിൽ നിന്നൊരു ഭാരമൊഴിഞ്ഞത്. ആരോടും ഒന്നും പറയാൻ കഴിയാതെ വീർപ്പ് മുട്ടുകയായിരുന്നു. എന്റെ പെണ്ണിനെ നെഞ്ചോട് ചേർക്കാനും അവളോടൊപ്പം ഒന്നായി ഒരുപാട് കാലം ജീവിക്കാനും എനിക്കൊത്തിരി കൊതിയുണ്ടുമ്മ. പക്ഷേ ഞാൻ അവളെ ചേർത്തനച്ചാൽ ചിലപ്പോൾ അവളെന്റെ കൈവിട്ടു പോകുമെന്നും തോന്നിയതുകൊണ്ടാണ് കൊതിയുണ്ടായിട്ടും അവളെ നെഞ്ചോട് പോലും ചേർക്കാത്തത്. അവളെ ഇങ്ങനെ കണ്ടുകൊണ്ടെങ്കിലും ഇരിക്കാലോ ഉമ്മ. അവൻ അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. സോറി ഇക്ക എന്റെ മനസ്സറിയാതെ ഒത്തിരി സങ്കടപ്പെടുത്തി. ഏയ് സാരല്ല മോളെ. പിറ്റേന്ന് ഉമ്മയും ഷാഹനയും റസിയുടെ വീട്ടിലെത്തി. ഉപ്പയെയും ഉമ്മയെയും സാക്ഷിയാക്കി ഷിയാസിന്റെ ഉമ്മ സത്യങ്ങളെല്ലാം പറയുമ്പോൾ ഞെട്ടലോടെ ഒന്നനങ്ങാൻ പോലും കഴിയാതെ ഒഴുകുന്ന മിളികളോടെ ഒന്നും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു റസിയ. അവൻ പുണ്യവാനാണ്. അല്ലെങ്കിലും ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ മോൾക്ക് ഒരു ജീവിതം കൊടുക്കാൻ തയ്യാറാവോ? അതേ ഇക്ക, അവൻ ശരിക്കും നന്മയുള്ളവനാണ്. ഒന്നും മിണ്ടാതിരുന്ന റസിയയുടെ അടുത്തേക്ക് ഷാഹന വന്നു. ഇത്ത, അമ്മ റെയ്ബന. മോളെ. അവൾ ഉമ്മയെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. കരയാതെ മോളെ. ഉമ്മ അവളെ ആശ്വസിപ്പിച്ചു. ഉമ്മ, എനിക്കിപ്പോൾ ഇക്കയെ കാണണം. പോകാം മോളെ. നിന്നെ കൂട്ടം തന്നെയാ ഞങ്ങൾ വന്നത്. പോകാം, ഉമ്മ പറഞ്ഞു. അവർ വീട്ടിലെത്തിയപ്പോൾ ഷിയാസ് മുറിയിലുണ്ടായിരുന്നു.
മുറിയിലെത്തിയ അവൾ ബെഡിൽ കിടക്കുകയിരുന്ന അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇക്ക, എന്തിനാ ഇക്ക നിങ്ങൾ? ഏയ്, കരയാതടി. അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു. എന്തിനെന്നെപ്പോലൊരു ശാപം പിടിച്ച ജന്മത്തിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചത്? അവൾ പൊട്ടിക്കരഞ്ഞു. ഏയ് വേണ്ട, എങ്ങനൊന്നും പറയല്ലേ പെണ്ണെ. എന്റെ ജീവനാടി നീ. നീയില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ല പെണ്ണെ. അത്രയ്ക്ക് ഇഷ്ടമാടി എനിക്ക് നിന്നെ. അവൻ അവളെ തന്റെ നെഞ്ചോട് ചേർത്തണച്ച് അവളുടെ നെറുകയിൽ ചുംബിച്ചു. കുറേ നേരം അവർ പരിഭവങ്ങളും പരാതികളും പറഞ്ഞു തീർത്തു. അന്ന് രാത്രി അവൻ അരികിലേക്ക് വന്നപ്പോൾ അവൾ അവനെ വിളിച്ചു. ഇക്ക, എന്താ? എനിക്ക് ഇന്നു മുതൽ നിങ്ങളുടെ നെഞ്ചോട് ചേർന്നുറങ്ങണം. പറ്റില്ലെന്ന് പറയല്ലേ ഇക്ക, പ്ലീസ്. വേണ്ടടി മോളെ, വേണം, പ്ലീസ് ഇക്ക. അവളുടെ വാശിക്ക് മുന്നിൽ അവന് തോൽക്കേണ്ടി വന്നു. അങ്ങനെ അന്ന് ആദ്യമായി അവൾ അവന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു. ഇരുവരുടെയും കണ്ണുകളിൽ സന്തോഷത്തിന്റെ നീർത്തിളക്കമുണ്ടായിരുന്നു. ഇക്ക, ഞാനൊരാഗ്രഹം പറഞ്ഞാൽ സാധിപ്പിച്ചു തരുമോ? പറയടി പെണ്ണെ. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സാധിപ്പിച്ചു തന്നിരിക്കും. എന്നെക്കൊണ്ട് മാത്രമേ ആവൂ ഇക്ക. എനിക്ക് എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ഭാര്യയായി ജീവിക്കണം. വേണ്ട റസിയ, നിന്നെ നഷ്ടപ്പെടുത്താൻ എന്റെ ഇക്കായ്ക്കു വയ്യ പെണ്ണെ. പ്ലീസ് ഇക്ക. ഞാൻ റസിയല്ലേ പറയുന്നത്. എന്റെ ഇക്കാന്റെ പെണ്ണാണെന്ന് പറയണമെങ്കിൽ ഞാൻ ഇക്കാന്റെ സ്വന്തം ആവണം. എല്ലാ അർത്ഥത്തിലും. പറ്റില്ലെന്ന് പറയല്ലേ ഇക്ക, പ്ലീസ്. മോളെ. അവളവന്റെ വായ പൊത്തി. ഒന്നും പറയണ്ട, എനിക്ക് വേണം ഇക്ക. അവൾ ഉയർന്നു പൊങ്ങി അവന്റെ നെറ്റിയിലും അധരങ്ങളിലും ചുംബിച്ചു. അവന്റെ കവിളിലും കണ്ണുകളിലും അവളുടെ അധരങ്ങൾ ചേർന്നു. അവന്റെ അധരങ്ങളിൽ അവൾ തന്റെ അധരങ്ങൾ ചേർത്തമർത്തി മൃദുവായി നുണഞ്ഞു. ഒരു നിമിഷം അവൻ കണ്ണുകൾ അടച്ചു. അവൾ അവന്റെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ടു മൂടി. അവന് സ്വയം നിയന്ത്രിക്കാനായില്ല. അവൻ അവളെ ബെഡിലേക്ക് കിടത്തി. അവളുടെ അധരങ്ങളും മൃദുവായി നുണഞ്ഞു. അവന്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഓടി നടന്നു. ഒടുവിൽ ഇരു ശരീരങ്ങളും ഒന്നായി അലിഞ്ഞു ചേർന്നു. പിന്നീടുള്ള ദിവസങ്ങൾ അവർക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. ഓരോ ദിവസവും കൂടുതൽ പ്രണയത്തോടെ, കൂടുതൽ ആവേശത്തോടെ അവൻ അവളിലേക്ക് പെയ്തിറങ്ങി. അവന്റെ നിർബന്ധപ്രകാരം ഹോസ്പിറ്റലിൽ വന്നതാണ് റസിയ. ഇക്ക, പ്ലീസ്. വേണ്ട ഇക്ക, നമുക്ക് ഡോക്ടറെ കാണണ്ട, പ്ലീസ്. ഇല്ല മോളെ, എന്റെ പെണ്ണ് എന്നും എന്റെ കൂടെ വേണം. അതിനു മുമ്പ് ഡോക്ടറെ കാണണം. നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ പെണ്ണെ. അവൻ അവളെ ചേർത്തണച്ചു പിടിച്ചു. അവർ ഡോക്ടറെ കണ്ടു. കാര്യങ്ങളെല്ലാം ഡോക്ടറോട് പറഞ്ഞു. ഗർഭിണിയാകാതിരിക്കാനുള്ള മരുന്ന് ഡോക്ടർ അവർക്ക് നൽകി. അത് കൃത്യമായി കഴിക്കണമെന്ന് അവളോട് പറഞ്ഞു. എല്ലാ ദിവസവും അവൻ അവർക്ക് ടാബ്ലറ്റ് എടുത്തു കൊടുക്കുമായിരുന്നു. പക്ഷേ അവൾ അത് കഴിച്ചിരുന്നില്ല. അവൻ കാണാതെ അവൾ അതെല്ലാം കളയുമായിരുന്നു. അങ്ങനെ 2 മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ജോലി കഴിഞ്ഞു വന്ന ഷിയാസിനെ അവൾ വിളിച്ചു. ഇക്ക, ഞാനൊരു കാര്യം പറയാൽ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുമോ? എന്റെ പെണ്ണിനോട് ഞാൻ ദേഷ്യപ്പെടാനോ? നീ പറഞ്ഞോടി പെണ്ണെ. അത് നിങ്ങളൊരു ഉപ്പയാകാൻ പോവുകയാണ്. വാട്ട്? ഇതെന്താ നീ ഈ പറയുന്നത്? സത്യമാണോ റസിയ? നീ ടാബ്ലറ്റ് കഴിച്ചില്ലേ? എന്നോട് പൊറുക്കണം. എനിക്ക് നമ്മുടെ വാവയെ വേണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ടാബ്ലറ്റ് കഴിച്ചില്ല. റസിയ! അവന്റെ ശബ്ദം അവിടെ മുഴങ്ങി. പ്ലീസ് ഇക്ക. എന്താടാ നീ എന്തിനെങ്ങനെ അലറുന്നത്? ഉമ്മ ഓടി വന്നു. ഉമ്മ, ഇവൾ എന്താ ചെയ്തതെന്നറിയാമോ? ഓൾ ടാബ്ലറ്റ് കഴിച്ചില്ലെന്ന്. ഓൾ പ്രഗ്നന്റ് ആണെന്ന്. പടച്ചോനെ. മോളെ. ഉമ്മ, പ്ലീസ് എന്നെ കുറ്റപ്പെടുത്തല്ലേ ഉമ്മ. ഒരമ്മയാകുക എന്നുള്ളത് ഏതൊരു പെണ്ണിന്റെ ആഗ്രഹമല്ലേ ഉമ്മ. മോളെ, എന്റെ കുട്ടിയോട് ഉമ്മ ഇപ്പോ എന്താ പറയാ? ചിരിക്കണോ അതോ കരയണോ എന്നറിയാൻ വയ്യല്ലോ. എന്റെ പടച്ചോനെ. റസിയ, വേഗം റെഡിയായിക്കോ. നമുക്ക് ഈ കുഞ്ഞ് വേണ്ട. ഡോക്ടറെ കാണാം. ഇക്ക. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. പറയുന്നത് കേൾക്ക് റസിയ. നിന്റെ ജീവൻ ആപത്തുള്ള ഒന്നും നമ്മൾ ചെയ്യില്ല. ഇല്ല ഇക്ക. എന്തൊക്കെ പറഞ്ഞാലും ഞാനതിന് സമ്മതിക്കില്ല. എനിക്ക് ഈ കുഞ്ഞിന് വേണം. ഈ കുഞ്ഞില്ലാതായാൽ പിന്നെ ഞാനുണ്ടാവില്ല. റസിയ. അവന്റെ സ്വരം കടുത്തു. ഉമ്മ,
നിങ്ങളൊന്ന് പറയുമ്പോൾ അവൾ കേൾക്കും. പ്ലീസ്. അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുപോയി. അവളുടെ വാശിക്ക് മുന്നിൽ ഷിയാസിന് സമ്മതിക്കേണ്ടി വന്നു. പക്ഷെ അപ്പോഴും അവന്റെ നെഞ്ച് നീറുകയായിരുന്നു. അവളുടെ വയറ് വലുതാകുന്നതിനൊപ്പം അവന്റെ ടെൻഷനും കൂടിക്കൂടി വന്നു. ഓരോ ദിവസവും അവൻ അവളെ കാണാതെ അവളെ ഓർത്ത് കരയാൻ തുടങ്ങി. തന്റെ പെണ്ണിനെ തന്നിൽ നിന്ന് അകറ്റരുതേ എന്ന് അവൻ പടച്ചവനോട് 5 നേരവും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി. അന്നാണ് അവളെ ഡെലിവറിക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ദിവസം. ഒരാഗ്രഹം പറഞ്ഞോട്ടേക്ക. പറയൂ. എന്റെ പെണ്ണെ, നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് എന്നെ പിടിക്കുമോ? നിങ്ങളുടെ നെഞ്ചിന്റെ ചൂടേറ്റുറങ്ങാൻ എനിക്ക് പറ്റിയില്ലെങ്കിലോ മോളെ? അവൻ കരഞ്ഞുപോയി. അവൻ അവളെ തന്റെ മാറോട് ചേർത്ത് കിടത്തി. അവളുടെ നെറുകയിൽ അധരങ്ങൾ ചേർത്തു. അവൾ അവന്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് അവന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു. അവൻ 2 കൈകളാലും അവളെ പൊതിഞ്ഞു പിടിച്ചു. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. 2 ഹൃദയങ്ങളും ഒരുപോലെ നീറി. ലേബർ റൂമിനു മുമ്പിൽ 2 വീട്ടുകാരും പ്രാർത്ഥനയോടെ നിന്നു. ഹൃദയം കീറിമുറിക്കുന്ന വേദനയോടെ ഷിയാസ് തന്റെ പ്രാണനായവൾക്കും തന്റെ പിഞ്ചോമനിക്കും വേണ്ടി കാത്തിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഒരു നേഴ്സ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഒരു മാലാക കുഞ്ഞിനെ അവന്റെ കരങ്ങളിലേക്ക് നൽകി. തന്റെ പൊന്നുമോളുടെ മുഖത്തേക്ക് അവൻ ഒന്നു നോക്കി. തന്റെ റസിയയുടെ അതേ ഛായ. അവൻ കുഞ്ഞിനെ ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, എന്റെ റസിയ. സോറി മിസ്റ്റർ ഷിയാസ്. റസിയയെ രക്ഷിക്കാൻ ഞങ്ങൾക്കായില്ല. അവന് ഭൂമി കറങ്ങുന്നത് പോലെ തോന്നി. ഒരു നിമിഷത്തേക്കെല്ലാം നിലച്ചതുപോലെ അവൻ താഴേക്ക് ഊർന്നിരുന്നു പോയി. എന്റെ പടച്ചോനെ! അവിടെ ഒരു കൂട്ടക്കരച്ചിൽ മുഴങ്ങി. തന്റെ പ്രാണനൊരു അവകാശിയെ നൽകി അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. 20 വർഷങ്ങൾക്ക് ശേഷം അഷ്റഫിന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയാണ് ഫാത്തിമ മെഹറിൻ, അതായത് പാത്തു. പാത്തൂസേ, ഈ ദുനിയാവിലെ ഭർത്താവിനെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഭാര്യ ആരാണെന്നറിയാമോ? അതെന്റെ പാത്തുവാണ്. കുറച്ചു ദിവസം കൊണ്ട് എനിക്കത് മനസ്സിലായി. അല്ല ഇക്ക, ഞാനല്ല. ഈ ദുനിയാവിൽ ഭർത്താവിനെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഭാര്യ എന്റെ ഉമ്മയാണ്. അതല്ലേ സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്തി എന്റെ ഉപ്പാക്കൊരു കുഞ്ഞിന് കൊടുത്തത്. ഈ ദുനിയാവിൽ പരസ്പരം ജീവന് തുല്യം സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഭാര്യയും ഭർത്താവും എന്റെ ഉപ്പായും ഉമ്മയുമാണ്. ഷിയാസും റസിയയുമാണ്. ഉമ്മ പോയപ്പോൾ മറ്റൊരു നിക്കാഹിന് ഉപ്പായി എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഉപ്പ പറഞ്ഞതെന്താണെന്നറിയാമോ? എന്റെ റസി എന്നെ വിട്ടു പോയിട്ടില്ല. ഓൾക്കങ്ങനെ പോകാൻ കഴിയില്ല. ഓൾ എപ്പോഴും എൻ്റെ ഒപ്പമുണ്ട്. എന്നോടൊപ്പം ചിരിക്കാനും കളിക്കാനും എനിക്ക് ഭക്ഷണം വിളമ്പിത്തരാനും എന്റെ കുറുമ്പുകൾ ആസ്വദിക്കാനും എന്റെ നെഞ്ചോട് ചേർന്നുറങ്ങാനും ഓളുണ്ട് എന്ന് ഉപ്പ ഉമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഉപ്പ പറഞ്ഞ പോലെ ഉമ്മ ഉപ്പയുടെ കൂടെ തന്നെ ഉണ്ടാവാം. ആ സാന്നിധ്യം ഉപ്പ അറിയുന്നുണ്ടാവാം. എന്നും ആ നെഞ്ചോട് ചേർന്നുണ്ടാവാം. പക്ഷേ അത് ഉപ്പ മാത്രമേ അറിയുന്നുള്ളൂ. അതാണ് അവരുടെ സ്നേഹം. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഏയ്, എന്താ പെണ്ണേ ഇത്? അവൻ അവളെ നെഞ്ചോട് ചേർത്തണച്ചു പൊതിഞ്ഞു പിടിച്ചു. അവൾ അവന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു. അതെ, യഥാർത്ഥ പ്രണയം അങ്ങനെയാണ്. അതിന് മരണമില്ല. അതിന്നും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഒരു നിഴൽ പോലെ ഉണ്ടാകും.